ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പരിശീലകനായ സ്റ്റാറെ ഇന്നലെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുന്നത്. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് പുറത്താക്കുമ്പോഴും ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പരിശീലകനെ പുറത്താക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല എന്നത് തന്നെയാണ് ശരിക്കും സ്റ്റാറെ ഇന്നലെ കൊച്ചിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമായി സംസാരിച്ചപ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് വ്യക്തമാണ്. ശരിക്കും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് മൈക്കിൾ സ്റ്റാറെ കൊച്ചി വിട്ടിട്ടുള്ളത്. ശരിക്കും അത് തന്നെയാണ് സത്യം. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഡിഫൻസിലെ പോരായ്മകൾ ശരിക്കും തുറന്നു കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ ബെഞ്ച് സ്ട്രെങ്ത്തിന്റെ കാര്യവും അദ്ദേഹം ശരിക്കും തുറന്നടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നവും. നമുക്കറിയാം, പുതിയ സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ദയനീയ പ്രകടനത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ സീസണിൽ വഴങ്ങിയ ടീമുകളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമാണ്. ശരിക്കും ഡിഫൻസിലെ പോരായ്മകൾ ഓരോ മത്സരത്തിലും ശരിക്കും കണ്ടതാണ്. പക്ഷേ സ്റ്റാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്ക്വാഡിലുള്ള താരങ്ങളെ കളത്തിലിറക്കാൻ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. നിലവിൽ ടീമിന്റെ മോശം പ്രകടനത്തിന്റെ പേരിൽ ശരിക്കും അതിന്റെ ഈ ഒരു തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ കോച്ചിന് സ്റ്റാറേക്ക് തള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ് ശരിക്കും ടീം മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ശരിക്കും ബെഞ്ച് സ്ട്രെങ്സും അതുപോലെ തന്നെ ബെഞ്ച് സ്ട്രെങ്ത്തും കൂടാതെ ഡിഫൻസിലെ പ്രശ്നങ്ങളും തന്നെ അത് തന്നെയാണ് സ്റ്റാറേയും ചൂണ്ടിക്കാണിക്കുന്നത്. ശരിക്കും ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ടാൽ അറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രകടനം. നമുക്കറിയാം, 2 ഗോൾ കീപ്പർമാരും വളരെ മോശം പ്രകടനമായിരുന്നു ഈ സീസണിൽ. കൂടാതെ മികച്ചൊരു സെന്റർ ബാക്കിനെ ഇതുവരെ ലെസ്കോക്ക് പകരക്കാരനായ ഒരു സെന്റർ ബാക്കിനെ ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഡ്രിൻസിച്ചും അതുപോലെ തന്നെ കൊയ്ഫും ശരാശരിക്കും താഴെയായിരുന്നു അവരുടെ പ്രകടനം. എന്തായാലും കൊച്ചിയിൽ മികച്ച യാത്രയപ്പാണ് ശരിക്കും മഞ്ഞപ്പട ഫാൻസ് അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ ശരിക്കും സ്റ്റാറേക്ക് നൽകിയത്. കാരണം സ്റ്റാറയുടെ പിഴവ് കൊണ്ടല്ല ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരങ്ങളൊന്നും പരാജയപ്പെട്ടത് എന്നത് ഏതൊരു ആരാധകർക്കും വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും മികച്ച യാത്രയപ്പ് നൽകിയത്. എന്തായാലും സ്റ്റാറെ കൊച്ചി വിട്ടു പോകുമ്പോഴും പറയുന്നത് കാര്യം ഇത് തന്നെയാണ്. ശരിക്കും ടീമിൽ നിന്നും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി അദ്ദേഹത്തെ പുറത്താക്കിയത് കൊണ്ട് കാര്യമില്ല. പുറത്താകേണ്ടത് ശരിക്കും വേറെ ചിലരാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഡിഫൻസിലെ പോരായ്മകൾ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ശരിക്കും അത് തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നവും. ഏറ്റവും മികച്ച ഡിഫൻസും അതുപോലെ തന്നെ ഒരു മികച്ച ഗോൾ കീപ്പറും ഇല്ലാതെ ഏതൊരു പരിശീലകനെ കൊണ്ടുവന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല അല്ലെങ്കിൽ തീരാൻ പോകുന്നുമില്ല.